ഹായ് ഓൾ, നമുക്ക് ലാസ്റ്റ് വീക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ബേബി ഡ്രസ്സിൻ്റെ ഒരു അപ്പാരൽ ഷോപ്പ്. ഓക്കെ, സോ അവരൊരു ഫ്രാഞ്ചൈസി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ ഓൾറെഡി ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഒരു എയർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണ്. സോ ദ എൻക്വയറി ഫോർ ദ സോഹോ സാക്കി ആൻഡ് സോഹോ എക്കോസിസ്റ്റം. പക്ഷേ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിൽഡ് ചെയ്യുമ്പം സോഹോ എക്കോസിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കറൻ്റ്ലി അവർ ഒരു പാരൻറ്റ് കമ്പനി ആൻഡ് 3 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സോഹോ സാക്കി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പാരൻറ്റ് കമ്പനി ആൻഡ് ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് 3 സ്മോൾ ഔട്ട്ലെറ്റിൽ നമ്മൾ സോഹോ സാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പാരൻറ്റ് സോഹോ ബുക്സും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പിയാൻഡിൽ നമുക്ക് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഫ്രാഞ്ചൈസി മോഡൽ വരുമ്പോഴുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രാഞ്ചൈസി മോഡൽ ഡിഫറെൻറ്റ് ഓണർഷിപ്പിലായിരിക്കും, അതിന് ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പാർട്ട്നേഴ്സോ സ്റ്റേക്കോയിഡ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റ്. അപ്പോൾ അത് ഡിഫറെൻറ്റ് എൻറ്റിറ്റി, ഡിഫറെൻറ്റ് GST ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോഹോ എക്കോസിസ്റ്റത്തിൽ അതിനെ സോഹോ എക്കോസിസ്റ്റത്തിലൊരു ഫ്രാഞ്ചൈസി മോഡൽ എന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനൊരു മൾട്ടിപ്പിൾ ബ്രാഞ്ച് വരുമ്പോൾ, ഡിഫറെൻറ്റ് ബ്രാഞ്ച് വരുമ്പോൾ നമുക്കതിൻ്റെ CRM, കസ്റ്റമർ CRM, ഫ്രാഞ്ചൈസി മോഡലിന് ഏറ്റവും ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോയൽറ്റി പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുമ്പം ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ക്ലെയിം നമുക്ക് വേറെ ഔട്ട്ലെറ്റിൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം. ഒരു ലോയൽറ്റി ഉണ്ടെങ്കിൽ വേറെ ഔട്ട്ലെറ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ്. പിന്നെ സിംഗിൾ പർച്ചേസിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റണം. അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഇതിൽ അവർക്ക് സോഹോൻ്റെ സാക്കിയ സിസ്റ്റം ഇസ് ദെയർ ലൈക്ക് എൻ്റെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ എഫക്റ്റീവായി തോന്നി. പിന്നെ അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാക്കിയ സിസ്റ്റത്തിൻ്റെ യൂസ് ചെയ്യും വേണം. സോ ദേ നീഡ് എ ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. സോ അവരുടെ ഒരു ലോയൽറ്റി പ്രോഗ്രാം സെൻറ്ററിൽ കൺട്രോൾ ചെയ്യുക. ഒരു ക്യാമ്പയിനൊക്കെ ചെയ്യുമ്പം സെൻട്രലിലുള്ള ആൾക്കാർക്ക് ക്യാമ്പയിൻ ചെയ്യുമ്പം അതിൻ്റെ ഡാറ്റ വെച്ചിട്ട് ഇവർ എൻ്റയർ ഔട്ട്ലെറ്റുള്ള ഈവൻ ഡിഫറെൻറ്റ് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിലുള്ള കസ്റ്റമേഴ്സിനും കൂടി ഡാറ്റ വെച്ചിട്ട് ഫ്രാഞ്ചൈസി ഇട്ട് റീടാർഗറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഡാറ്റ ഒരു ഇൻ്റർഫേസും വേണം. സോ സോഹോ വി ഓൾറെഡി ഡിസ്കസ്ഡ് സോഹോ ലിമിറ്റഡ് ടു ബിൽഡ് എ ഫ്രാഞ്ചൈസി മോഡൽ. പക്ഷേ നമുക്ക് സോഹോ ക്രിയേറ്ററിലൊക്കെ ഇത് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു ഡാറ്റ, ഒരു CRM സെഗ്മെൻറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. സോ പക്ഷേ അതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൺസിഡർ ചെയ്യുമ്പം ഇറ്റ് വിൽ കോസ്റ്റ്. നമുക്ക് അതിൻ്റെ ഒരു CRM ക്രിയേറ്ററിൽ നമുക്കൊരു ഇൻ്റർഫേസ് ബിൽഡ് ചെയ്യും, ഒരു CRMൻ്റെ ഒരു ഹൊറിസോണ്ടൽ ബിൽഡ് ചെയ്യാം. എന്നിട്ട് ആ ഹൊറിസോണ്ടലിലോട്ട് കംപ്ലീറ്റ് പാരൻറ്റ് കമ്പനിയും അതുപോലെ തന്നെ സ്മോൾ കമ്പനീസ് ഈ ഒരു സാക്കിയുടെ ഡിഫറെൻറ്റ് ഔട്ട്ലെറ്റ് ഫ്രാഞ്ചൈസി കമ്പനീസും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിബിലിറ്റി വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി അതിനേക്കാളും ഒരു കോസ്റ്റ് എഫക്റ്റീവ് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡാണ് സോഹോ സാക്കിയ വിത്ത് ഇൻറ്റഗ്രേഷൻ വിത്ത് നമുക്ക് ERP നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പാരൻറ്റ് കമ്പനിയും അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ജസ്റ്റ് ഐ ഷെയർ ദ സ്ക്രീൻ. ഓക്കെ, ഇത് ബേസിക്കലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റ് കമ്പനി, ഇറ്റ്സ് എ പാരൻറ്റ് കമ്പനി. ഓക്കെ, ഈ പാരൻറ്റ് കമ്പനിക്ക് ജസ്റ്റ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണെന്നൊക്കെ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഡയറക്റ്റ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. പിന്നെ ഇതിൽ ഒരുപാട് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പാരൻറ്റ് കമ്പനി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു CRM ഒരു ഫ്രാഞ്ചൈസി മോഡൽ നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യും. എന്നിട്ട് എല്ലാ കമ്പനിയുടെ CRM അപ്ഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇതിലോട്ട് കണക്ട് ചെയ്ത് വെക്കും. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സാക്കിയ. ഓക്കെ, അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഔട്ട്ലെറ്റിൻ്റെ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസിൻ്റെ ഡാറ്റ എന്തെങ്കിലും CRMലോട്ട് ഈ ഫ്രാഞ്ചൈസി മോഡലിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും,
പുഷ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ഐ മീൻ കസ്റ്റമേഴ്സ് ഇൻവോയ്സ് ഡാറ്റ, സെയിം ടൈം കസ്റ്റമർ ഡീറ്റെയിൽസ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോയൽറ്റി അത് പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ലോയൽറ്റി പോയിൻറ്റ്സ് സെൻട്രലി കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് സംഭവിക്കുന്നത് ലോയൽറ്റി പ്രോഗ്രാം ഏത് ഷോപ്പിൽ ക്ലെയിം ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്ലെയിം നമുക്ക് ഇവിടെ അവർക്ക് ഏത് ഔട്ട്ലെറ്റിലും ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു കസ്റ്റം സാധനം നമ്മൾ അവിടെ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പം എനിക്ക് ഫ്രാഞ്ചൈസി മോഡലിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും ഈ ഒരു സംഭവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു മോഡലിൽ, അതായത് സോഹോ ERP നെക്സ്റ്റ് വിത്ത് സോഹോ സാക്കിയ ഇൻ്റഗ്രേഷനിൽ കുറച്ചുകൂടി പോസിബിളാണ്. അതിന് വേറൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഇപ്പം ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ഹെഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ERP നെക്സ്റ്റിൽ വന്നിട്ട് ഒരു സെയിൽസ് ഇൻവോയ്സ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രാഞ്ചൈസിയിൽ പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നിന്നൊരു ഐ മീൻ പർച്ചേസ് ഓർഡറായിട്ട് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അവിടെ ഒരു ഡാറ്റൻ്റെ ഇത് കുറയ്ക്കാൻ പറ്റും. സെയിം ടൈം നമ്മൾ സെൻട്രൽ സിസ്റ്റത്തിൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം സെയിം ടൈം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫ്രാഞ്ചൈസി സിസ്റ്റത്തിൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ എല്ലാ ഡാറ്റയും മനസ്സിലാക്കാൻ സെയിം ആയിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും എല്ലാ സിസ്റ്റത്തിൻ്റെയും പ്രൊഡക്റ്റ് ഐ.ടി കാര്യങ്ങളൊക്കെ ഡാറ്റ സ്ട്രക്ചർ സെയിം ആയിരിക്കും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ജനറേറ്റ് സെക്കൻഡറി ലെവൽ ഓഫ് റിപ്പോർട്ട്, അനലിറ്റിക്കൽ ലെവൽ ഓഫ് റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യാനും അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ലാർജ് മോഡൽ, ഒരു ഫ്രാഞ്ചൈസി മോഡലൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ you can start with this model. So you can start with the Zoho, and you can start the central with the ERP next, and Zakia also we can integrate them. It's a very good option. ഈ രണ്ട് ടെക്നോളജിയും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത് ബിൽഡ് ചെയ്യാനും. ആൻഡ് സെയിം ടൈം ERP ഓൾസോ നമുക്ക് സാക്കിയനെ ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ, സോ വി ക്യാൻ ബിൽഡ് അനദർ ഇൻ്റഗ്രേറ്റ് അനദർ ലൈക്ക് ഈ ഒരു പോസ്റ്റ് സിസ്റ്റം നമുക്ക് വേറെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. സെയിം ERP നമുക്ക് വേറെ ബിൽഡ് ചെയ്യാനും പറ്റും. ഓർ വി ക്യാൻ ബിൽഡ് എനി UJS ഓർ എനി അതർ ടെക്നോളജി. ഫെറ്ററിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ട് വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ആസ് എ സെയിം ആസ് വി ക്യാൻ ഡു ദാറ്റ്. That is also another possibility. It depends on how much you can spend, how much you can want to invest in that. Okay. So just to explore these two technology. Thank you so much.